എടുത്തോട്ടെ. खत्म, बाय बाय, टाटा, गुड बाय, गया. AK ആന്റണിയുടെ മകനൊപ്പം K കരുണാകരന്റെ മകളും ഇനി BJPക്ക് സ്വന്തം. എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കോൺഗ്രസിനെ ഞെട്ടിച്ചാണ് പത്മജയുടെ BJP പ്രവേശം. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. പാർട്ടിയിലെ അവഗണനയാണ് തീരുമാനത്തിന് പിന്നിലെന്ന് പത്മജ പറയുമ്പോൾ കരുണാകരന്റെ ലെഗസിയിലാണ് BJPയുടെ കണ്ണ്. കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്ന് ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. നീ ഇന്നു മുതൽ എന്റെ കൂടെ കുടിക്കും, ശിക്ഷനായിട്ട്. അത് വേണം വേണം. ഞാൻ കോൺഗ്രസ് നേതാവ്, ഞാൻ അങ്ങേ വെല്ലുവിളിക്കട്ടെ. അങ്ങേക്ക് അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ എന്തോ എങ്ങനെ BJPയിലേക്ക് പോയിട്ടുള്ള ഒരു 5 CPM നേതാക്കന്മാരുടെ പേര് അങ്ങയുടെ അവസരം കിട്ടുമ്പോൾ അങ്ങൊന്ന് പറഞ്ഞു തരണം. ടോം വടക്കൻ, KS രാധാകൃഷ്ണൻ, അബ്ദുൾ സലീം, പ്രമീല ദേവി, പത്മജ വേണുഗോപാൽ, അനിൽ ആന്റണി, ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ, ശിവനെ ഇത് യാത് ജില്ല, C രഘുനാഥ്, വിജയ് തോമസ്, KK നാരായണൻ, K പ്രതാപൻ, VR മോഹനൻ, അനിൽ പോത്തൻകോട്. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? പൊളിറ്റിക്കലി തന്തയില്ലാത്ത അങ്ങയുടെ കൂടെയും അങ്ങേക്കാളും മെച്ചപ്പെട്ട് പ്രവർത്തിച്ച കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാ. ഇത് പിടിച്ചേ, സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. ഒക്കെ BJPയിലാ. തെരഞ്ഞെടുത്തിട്ട് എന്ത് ഗുണം? ഇനി പുറത്തേക്ക് പോണോ? ഗോവയിൽ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. ഗോവയിലെ VD സതീശൻ എവിടെ പോയി? പള്ളിയിലും മോസ്കിലും അമ്പലത്തിലും പോയി സത്യം ചെയ്തു, ഞങ്ങളെ ജയിപ്പിച്ചാൽ ഞങ്ങൾ BJP ആവില്ല. പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. ഇതിനുള്ള വിലയൊക്കെ മതി. 12 കോൺഗ്രസ് MLA-മാർ പൊളിറ്റിക്കലി തന്തയില്ലാത്തവന്മാരായി BJPയിൽ ചേർന്നു. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. എത്ര പേര് വേറെയുണ്ട്? മഹാരാഷ്ട്രയിൽ പൊളിറ്റിക്കലി തന്തയില്ലാത്ത അശോക് ചൗഹാൻ BJPയിൽ ചേർന്നു. എന്നോട് CPM-ൽ നിന്നും BJPയിലേക്ക് പോയിട്ടുള്ള ചില ആളുകളുടെ പേര് ചോദിച്ചു. ഞാൻ പറയാൻ എഴുതിയെടുത്തോളൂ, അറിഞ്ഞുകൂടെങ്കിൽ എഴുതിക്കോളൂ. നല്ല മൂട് പറവച്ച. ഒന്ന് അതല്ല, അല്ല, തീർന്നില്ലല്ലോ. ഞാൻ പറയാതെ പ്ലീസ് പ്ലീസ്, താങ്കൾ ഇതിന് അസ്വസ്ഥനാണ്. ഞാൻ പറഞ്ഞത് കേൾക്ക്. അതിന്റെ അകത്തൊരു പഴമുണ്ട്, അത് വായിക്കുറ്റി കേട്ടോണ്ട്. ഖഗൻ മർമു എന്ന് പറയുന്ന MLA. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. മഫൂജ ഖത്തൂൽ 2001-ൽ 2006-ൽ MLA ആയിരുന്നു. കുമർഗഞ്ചിൽ നിന്നുള്ള MLA ആയിരുന്നു. ഇപ്പൊ BJPയിലാണ്. നിങ്ങൾ കേട്ടില്ലേ? ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? മുബഷർ അലി 2008 മുതൽ 2023 വരെ CPM-ന്റെ MLA ആയിരുന്നു. ഇപ്പൊ BJPയിലാണ്. അശോക് ദിന്ദ BJPയിൽ പോയി. മുബഷർ അലിയൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തന നീ ഒന്നും പണയണ്ട. താങ്കളുടെ അവസരത്തിൽ ഇങ്ങനെ കിടന്ന് അടിക്കുന്നത് മോശമാണ് കേട്ടോ. ഇതാണ് പൊളിറ്റിക്കലി തന്തയില്ലായ്മ എന്ന് പറയുന്നത്. അത്രയ്ക്ക് വേണ്ട, അത്രയ്ക്കും വേണ്ടായിരുന്നു. വേറെ എല്ലാ മാർഗങ്ങളും നോക്കി അടഞ്ഞപ്പോ ഇപ്പൊ ഇത്തരത്തിലുള്ള അഭ്യാസം നിങ്ങൾ അതിന് മറുപടി പറയണം. വിവരം കെട്ടവനെ ഇങ്ങനെ പറയുന്നവരെ വിവരം കെട്ടവനെ നല്ല വിളിക്കേണ്ട, അപ്പുറത്തേക്കാ വിളിക്കേണ്ടത്. ഞാൻ സാമാന്യ മര്യാദ കൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുക. നീ വെള്ളം ഇറങ്ങാതെ ചാവൂടാ. അതുപോലെ തന്നെ ത്രിപുരയിൽ നിന്ന് പോയിട്ടുള്ള നേതാക്കന്മാരുടെ MLA-മാരും MP-മാരായിരുന്നവർ മാത്രം നിരവധി ആളുകൾ രജിസ്റ്ററുണ്ട്. കൂടുതലൊന്നും ആഗ്രഹിക്കാതിരിക്കാൻ നല്ലത്, എന്നാ നിരാശപ്പെടേണ്ടി വരില്ല. CPM-ന്റെ പാർട്ടി ഓഫീസിന്റെ ആ ചോപ്പൊന്ന് ഇച്ചിരി കാവ്യാക്കിയിട്ട് അവിടെ BJP എഴുതിയ പാർട്ടിയാണ് CPM. എവിടെ പോയി? നിങ്ങളുടെ 2% എങ്ങനെ വോട്ട് ഷെയർ പോയി? ഇവൻ തന്നെയാ പ്രശ്നം. ഇതിലൊരു ബാധയെ ആവാഹിച്ചിരിക്കുന്നുണ്ട്. ഇരിക്കുന്നവ മുടിയും. 37 വർഷവും 36 വർഷവും ഭരിച്ചിരുന്ന സംസ്ഥാനമല്ലേ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ. എന്നിട്ട് വന്നിരുന്ന് ഘോര സംസാരിക്കുക. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.